ഹായ് ഓൾ, സ്വാൻഗൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC-GD 2025 നടക്കാൻ പോകുന്ന എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ MCQ സീരീസാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് വെൻ ഡയഗ്രമാണ്. ഓക്കെ, നമ്മുടെ അക്കാഡമിയിൽ മക്കളെ ഇവിടെ ഓൺലൈൻ കോഴ്സസ് നടക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സിലേക്കുള്ള ഫീ എന്ന് പറഞ്ഞാൽ 2500 മാത്രമാണ്. എത്രയാണ്? 2500 മാത്രമാണ്. ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. ആഴ്ചയിൽ 6 ദിവസമാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇൻ കേസ് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 100-ൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓൺലൈനിൽ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഇവിടെ ഫിസിക്കലി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ അക്കാഡമിയിൽ വേണ്ടി ഈ നമ്പറുമായിട്ടൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിവിടെ മക്കളെ 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഒന്ന് അക്കാഡമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ നടക്കുന്ന ഒരു ചാനലാണിത്, info@anran എന്നുള്ളതും. അതുപോലെ തന്നെ ഫിസിക്കൽ സംബന്ധമായ, അതായത് ഫിസിക്കൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നൽകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആൻറൻ ഫിറ്റ്നസ് 2020 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ ഡയഗ്രം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വെൻ ഡയഗ്രം എന്താ? വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് അല്ലേ. പല കാര്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് നമ്മൾ പിക്ചേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൽസ്, ഫാദേഴ്സ്, ബ്രദർ, ഇവർ തമ്മിലുള്ള കണക്ഷൻ നമ്മൾക്ക് എങ്ങനെ പിക്ചർ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ മക്കളെ വെൻ ഡയഗ്രം വരയ്ക്കുമ്പം തന്ന ഓപ്ഷനിൽ ഉള്ളതിൽ ബെറ്റർ ചൂസ് ചെയ്യാമെന്നാണ്. ഇവിടെ മെയിലുണ്ട്, ഫാദേഴ്സ് ഉണ്ട്, ബ്രദറുണ്ട്. മക്കളെ നോക്കി, ഈ ഫാദർ എന്ന് പറയുന്ന ആളായാലും ബ്രദർ എന്ന് പറയുന്ന ആളും മെയിലായിരിക്കുമല്ലോ, ആണോ? അപ്പോൾ എന്തായാലും നോക്ക്, മെയിൽ എന്ന് പറയുന്ന കാറ്റഗറിക്ക് അകത്ത് വരുന്നവരല്ലേ ഫാദർ ആയാലും പിന്നെ ആര് ബ്രദർ ആയാലും, ഉറപ്പല്ലേ? അങ്ങനെ നോക്ക്, ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും കട്ട് ചെയ്ത് കളയാമല്ലോ. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ നോക്ക്, ഇത് മെയിലാണ്, ഇത് ഫാദർ, ഇത് ബ്രദർ. നോക്കി, ബ്രദറും ഫാദറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. ബന്ധമുണ്ടല്ലോ. നമ്മൾ നോക്കുമ്പം നോക്കി, ചില ഫാദേഴ്സ് ബ്രദേഴ്സുമായിരിക്കുമല്ലോ, ആണോ? ഫാദേഴ്സ് ബ്രദേഴ്സുമായിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ നോക്കി, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. കാരണം എന്താ? ഈ ഔട്ടർ റിങ് മെയിലാണെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാദർ എന്ന് വെക്കുക, ഇതാണ് എന്ത്, ബ്രദർ എന്ന് വെക്കുക. എന്ന് പറഞ്ഞാൽ നോക്കി, ചില ബ്രദേഴ്സ് ഫാദേഴ്സും ആണ് അല്ലേ. ഒരാൾ തന്നെ ഫാദറും ആയിരിക്കും, എന്നാൽ വേറൊരാൾക്ക് ബ്രദറും ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ ബ്രദേഴ്സ് അല്ലാത്ത ഫാദേഴ്സും ഉണ്ട് അല്ലേ, ഫാദേഴ്സ് അല്ലാത്ത ബ്രദേഴ്സും ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓപ്ഷൻ ഏതാ മോനെ? ഡി ഓപ്ഷനാണ് വരിക. ഓക്കെ, ഉള്ളതിൽ ബെറ്റർ ഏതാണ്? ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയ മോനെ, ബ്രിക്സ്, ഹൗസ്, ബ്രിഡ്ജ്. ബ്രിക്ക്, ഹൗസ്, ബ്രിഡ്ജ് അല്ലേ. നമ്മൾ കണക്ഷൻ നോക്കുമ്പം നോക്കി മോനെ, ഇവിടെ ഈ ബ്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീടുകളും ഉണ്ടാക്കാൻ പറ്റും, ബ്രിഡ്ജസും ഉണ്ടാക്കാൻ പറ്റും. ഉറപ്പല്ലേ? ബ്രിക്സ് യൂസ് ചെയ്തിട്ട് വീടുകളും ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ ബ്രിഡ്ജസും ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കി, ഓപ്ഷൻ ഏത് വരും? നോക്കി മോനെ, ഇതല്ലേ ബെറ്റർ ആയിട്ട് വരിക. ഇത് ബ്രിക്സ് ആണെന്ന് വെച്ചു, ഇത് ബ്രിക്സ് ആണെന്ന് വെച്ചു. ഓക്കെ, ഇത് ബ്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ മോനെ വേണ്ടി ഇത് ഹൗസസ് എടുത്തു. അതായത് നോക്ക്, ബ്രിക്സ് യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന വീടുകളുണ്ടല്ലോ, എന്നാൽ ബ്രിക്സ് യൂസ് ചെയ്യാൻ നിർമ്മിക്കുന്ന വീടുകളുണ്ടല്ലോ. അത് വേണ്ടി ഇവിടെ വരും. ഒരു ഓപ്ഷൻ ഇത്. നെക്സ്റ്റ് ഏതാ മോനെ? ബ്രിഡ്ജ് അല്ലേ. ബ്രിഡ്ജ് പണിയുമ്പം നോക്കി, ബ്രിക്സ് യൂസ് ചെയ്ത് പണിയുന്ന ബ്രിഡ്ജും ഉണ്ട്, ബ്രിക്സ് യൂസ് ചെയ്യാത്ത ബ്രിഡ്ജും ഇല്ലേ. കണക്ഷൻ വരുമ്പോൾ ഏതാ വരിക? ബി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കി, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാമത്തിനകത്ത് സ്റ്റഡി ദ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദി ഗിവൺ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ സർക്കിൾ ഡിനോട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ്, ഈ ട്രയാങ്കിൾ ഡിനോട്ട് ചെയ്യുന്ന പെയിൻറ്റേഴ്സിനെയാണ്, ഈ റെക്റ്റാങ്കിൾ ഡിനോട്ട് ചെയ്യുന്ന പ്ലേയേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം
ഹൗ മെനി പെയിൻറ്റേഴ്സ് ആർ നെയ്തർ ഡോക്ടേഴ്സ് നോർ പ്ലെയേഴ്സ്. അതായത് ഡോക്ടേഴ്സും ആകാൻ പാടില്ല, പ്ലെയേഴ്സും ആകാൻ പാടില്ല, അങ്ങനെയുള്ള എത്ര പെയിൻറ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. നോക്കി മോനെ, പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഈ ട്രയാങ്കിളിനകത്ത് വരുന്ന ആളുകളല്ലേ, ആണോ? സോ അങ്ങനെ നോക്കുമ്പം നോക്ക്, ഞാൻ ഈ 8 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ 8ൻ്റെ പ്രത്യേകത എന്താ? 8 എന്ന് പറയുന്ന ആൾ പെയിൻറ്റർ ആണോ? ആണ്. പിന്നെ 8 ഏതിനകത്തുണ്ട്? വേണ്ട, ഡോക്ടർ എന്നുള്ള കാറ്റഗറിയിലും വരുമോ? സോ 8നെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഈ ക്വസ്റ്റ്യനിൽ, കാരണം 8 എന്ന് പറഞ്ഞാൽ പെയിൻറ്ററുമാണ് ഡോക്ടറുമാണ്. സോ എനിക്ക് 8 എടുക്കാൻ പറ്റില്ല. പിന്നെ ട്രയാങ്കിളിനകത്തുള്ള നമ്പർ ഏതാ? 9 ഉണ്ട്, 10 ഉണ്ട്. മക്കളെ ഈ 10ൻ്റെ പ്രത്യേകത എന്താ? 10 എന്ന് പറയുന്നതുകൊണ്ട് പെയിൻറ്ററുമാണ്, അതുപോലെ തന്നെ പ്ലെയറുമല്ലേ. 10 എന്ന് പറയുന്ന ആൾ പെയിൻറ്ററുമാണ്, പ്ലെയറുമാണ് അല്ലേ. അപ്പോൾ ഈ 10 എടുക്കാൻ പറ്റില്ല. പിന്നെ ഏത് എടുക്കാൻ പറ്റും? 9 എടുക്കാൻ പറ്റും. കാരണം എന്താ? ഈ 9 എന്ന് പറയുന്ന ആൾ നോക്കി, പെയിൻറ്റർ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. സോ ഈ 9 പീപ്പിൾ ഡോക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയിലും ഇല്ല, നമ്മുടെ പ്ലെയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലും ഇല്ല. സോ ഓപ്ഷൻ ഏത് വരും? 9. ആൻസർ എന്താണ്? 9. ആൻസർ എന്താണ്? 9. ഓക്കെ, നെക്സ്റ്റ് നോക്കി. മോനെ ഇത് ഇവിടുത്തെ ടെലഗ്രാം ചാനലാണ്, info@anren എന്നുള്ളത്. സോ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കി. ഇവിടെ ഇത് മോനെ RPF-നെ സംബന്ധിച്ച് നമ്മളിവിടെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, RPF-നെ സംബന്ധിച്ച് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മക്കൾ അറിയാണ്ട് ഈ കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് അന്വേഷിക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ കോൺസ്റ്റബിൾ ആൻഡ് SI RPF-ൻ്റെ അതിൻ്റെ ക്ലാസ്സസും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യുക. കാരണം ഇവിടെ ഫീസ് മോനെ ടോട്ടൽ ആ കോഴ്സിന് ഫീ ആയിട്ട് വരുന്നത് 2500 മാത്രമാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. മോനെ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഫീമെയിൽസ്, ഗേൾസ്, ബ്രൈഡ്സ്. ഓക്കെ, എല്ലാ ഗേൾസും ഫീമെയിൽസ് അല്ലേ? ആണോ? എല്ലാ ഗേൾസും എന്താ? ഫീമെയിൽസ് അല്ലേ? ഫീമെയിൽസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫീമെയിൽസിനകത്ത് വരുന്ന കാറ്റഗറിയാണ് എന്ത്? ഗേൾസ് എന്ന് പറയുന്നത്. ആണോ? ആണോ? ഇനി ബ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വധു അല്ലേ? കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെയാണ് എന്ത് പറയുന്നത്? ബ്രൈഡ്സ് എന്ന് പറയുന്നത്. സോ അവരും ഇവരുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് അല്ലേ? ആണോ? നോക്ക്, ലോകത്തുള്ള എല്ലാ ഫീമെയിൽസും എന്താണ്? ഗേൾസ് ആണ്. എന്നാൽ എല്ലാ ഗേൾസും ബ്രൈഡാണോ? അല്ല, കുറച്ച് ഗേൾസ് കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ ബ്രൈഡ്സ് എന്ന് വിളിക്കുക. അപ്പം ഗേൾസിനകത്ത് വേണ്ടേ ബ്രൈഡ്സ്, ഇത് ഗേൾസ്, ബ്രൈഡ്സ് ആയിട്ടുള്ള ഗേൾസ് ഉണ്ട്, ബ്രൈഡ്സ് അല്ലാത്തതും ഉണ്ട്. ഉണ്ടോ? ഓക്കെ, സോ ഏതാ ആൻസർ വരിക? സി ഓപ്ഷൻ. ഏതാണ്? സി ഓപ്ഷൻ. നൗ അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് റീഡ് ദ ഗിവൺ ഫിഗർ ആൻഡ് ഫൈൻഡ് ദ റീജിയൻ റെപ്രസെൻറ്റിംഗ് പേഴ്സൺസ് ഹു ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയ്ഡ് ബട്ട് നോട്ട് കൺഫേംഡ് ഇൻ ജോബ്. സോ ഇവിടെ പറയുന്നത് നോക്ക്, നമ്മൾ ഈ ഫിഗർ പഠിച്ചതിന് ശേഷം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹു ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയിഡ്, എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ജോലിയും ഉണ്ടായിരിക്കണം, ബട്ട് നോട്ട് കൺഫേംഡ് ഇൻ ജോബ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ സർക്കിൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഡിനോട്ട് ചെയ്യുന്നു. ആണോ? സി ഇവിടെ ഈ ബ്ലൂ സർക്കിൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ ഡിനോട്ട് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? കൺഫേംഡ് ഇൻ ജോബ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ ഡിനോട്ട് ചെയ്യുന്നു ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മോനെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം,
എംപ്ലോയിഡ് ആയിരിക്കണം, ബട്ട് നോട്ട് കൺഫേംഡ് ഇൻ ജോബ്. അതായത് നോട്ട് കൺഫേംഡ് ഇൻ ജോബ്. അപ്പോൾ എൻ്റെ ഈ ട്രയാങ്കിളിനകത്തുള്ള ആളുകളെ മൊത്തം നമുക്ക് എലിമിനേറ്റ് ചെയ്യാവോ? അതെന്തായാലും ആൻസർ ആയിട്ട് വരികയില്ല. പിന്നെ വേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. മക്കളെ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നോക്കി, എ എന്ന് പറയുന്ന ആൾ എഡ്യൂക്കേറ്റഡ് ആണ്, ബി എന്ന് പറയുന്ന ആൾ എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം എന്താ, ഈ റെഡ് സർക്കിളിനകത്ത് വരുന്ന എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ. സോ എ എന്ന് പറയുന്ന ആൾ എഡ്യൂക്കേറ്റഡ് ആണ്, ബി എന്ന് പറയുന്ന ആൾ എഡ്യൂക്കേറ്റഡ് ആണ്, ഡി എന്ന് പറയുന്ന ആളും എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എഡ്യൂക്കേറ്റഡും ആയിരിക്കണം എംപ്ലോയിഡും ആയിരിക്കണം. അതായത് എഡ്യൂക്കേറ്റഡും ആയിരിക്കണം എംപ്ലോയിഡും ആയിരിക്കണം. രണ്ടിനകത്തും കോമൺ ആയിട്ടുണ്ടായിരിക്കണം. നമ്മൾ എയിനെ സങ്കല്പിച്ചാൽ പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ എംപ്ലോയിഡ് ആണോ? അല്ല. സീനെ സങ്കല്പിച്ചാലോ എംപ്ലോയിഡ് ആണ്, പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ബീനെയും ഡീനെയും നോക്കി, രണ്ട് പേരും എഡ്യൂക്കേറ്റഡ് ആണോ? ആണ്. റെഡിനകത്ത് വരുന്നുണ്ടോ? ഉണ്ട്. എംപ്ലോയിഡ് ആണോ? ബ്ലൂ സർക്കിളിനകത്ത് വരുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ബിയും ഡിയുമാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഏത് വരും മോനെ? സി ഓപ്ഷൻ. ഏതാണ്? സി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ പംകിൻ, സ്പിനാച്ച്, പൊട്ടറ്റോ. ഓക്കെ, ഇത് മൂന്ന് ഐറ്റം അല്ലേ? മൂന്ന് ഐറ്റം അല്ലേ? ആണ്, വെജിറ്റബിൾ ആണ്, പക്ഷേ മൂന്ന് ഐറ്റം ആണ് അല്ലേ? അപ്പോൾ നോക്കി, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഡി ഓപ്ഷൻ. ഏതാണ്? ഡി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കി. നെക്സ്റ്റ് ഇവിടെ സിംഗേഴ്സ്, മെയിൽസ്, ബ്രദേഴ്സ്. ഒരു കാര്യം ഓർമ്മണ്ടല്ലോ, മെയിൽ ആയിട്ടുള്ള ആണുങ്ങളെയല്ലേ നമ്മൾ ബ്രദേഴ്സ് എന്ന് വിളിക്കുന്നത്? ആണല്ലോ. അപ്പം മെയിൽ എന്ന് പറയുന്ന കാറ്റഗറിക്ക് അകത്ത് വരുന്ന ആളുകളാണ് എന്ത്? ബ്രദേഴ്സ് എന്നുള്ളത്. ഉറപ്പല്ലേ? ആണോ? അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇൻസൈഡ് വരുന്ന, നോക്കേ, ഇതിനകത്ത് ഇൻസൈഡ് ഉണ്ട്, ഇവിടെ ഇൻസൈഡ് ഉണ്ട്. പിന്നെ സിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി, പാട്ടുകാർ, ആണുങ്ങളായിട്ടുള്ള പാട്ടുകാരുണ്ടല്ലോ, ബ്രദേഴ്സായിട്ടുള്ള പാട്ടുകാരുണ്ടല്ലോ, എന്നാൽ സഹോദരന്മാർ, അവർ ബ്രദേഴ്സാണ് അല്ലേ? അവർ പാട്ട് പാടുകയും ചെയ്യും. സോ അങ്ങനെ വരികയാണെങ്കിൽ ഏത് ഓപ്ഷനെ വരിക മോനെ? സി ഓപ്ഷൻ അല്ലേ? ആണോ? കാരണം എന്താ, ഈ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലാണ്. ഓക്കെ, അകത്തെ സർക്കിൾ എന്താ? ബ്രദേഴ്സാണ്. ഇതെന്താ? സിംഗേഴ്സാണ് അല്ലേ? അതായത് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും മെയിലിനകത്ത് വരുന്ന കാറ്റഗറിയാണ്. ഓക്കെ, ഇനി സിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കി, ആണുങ്ങൾ, ബ്രദേഴ്സ് അല്ലാത്ത ആണുങ്ങൾ സിംഗേഴ്സ് ഉണ്ടല്ലോ, ഉണ്ട്. ഇനി ബ്രദേഴ്സ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ടല്ലോ, ഉണ്ടോ? വേണ്ട, ഉണ്ട്. മനസ്സിലായോ? ഇനി ഈ ആണുങ്ങളല്ലാത്ത സിംഗേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഇത് വേണ്ടി ഡിനോട്ട് ചെയ്യുന്നത്. സോ ഉള്ള ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ ഏതാണ് മോനെ? വേണ്ട, സി ഓപ്ഷൻ. ഇവിടെ നോക്കി, സെലക്ട് ദ സെറ്റ് ഓഫ് വേർഡ്സ് ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ ദി വെൻ ഡയഗ്രാം. സോ ഈ വെൻ ഡയഗ്രത്തിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻസ് താഴെ ഏതുണ്ടെന്നാണ് ചോദ്യം. ഉള്ളതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുമല്ലേ? ആണോ? അതായത് ഇവിടെ നോക്കി, ജാസ്മിൻ, ഫ്ലവേഴ്സ്, എക്സ്. മക്കളെ നോക്കി, അതായത് ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെ കാറ്റഗറിക്ക് അകത്ത് വരുന്നതല്ലേ അല്ല? ലോകത്തുള്ള എല്ലാ ഫ്ലവേഴ്സും എടുത്താൽ അതിനകത്ത് വരുന്ന ഒരു ഫ്ലവറാണ് എന്ത്? ജാസ്മിൻ എന്നുള്ളത്. അപ്പോൾ നോക്കി, ഇത് ഫ്ലവറാണ്, ഇത് ജാസ്മിനാണ്. ഇങ്ങനെ എടുക്കാവോ? ബാക്കി എന്താ? എഗ്ഗാണ്. ഈ ഫ്ലവറും ജാസ്മിൻ അല്ലെങ്കിൽ അവയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എഗ്ഗിന്? ഇല്ലല്ലോ. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഇതാണ് എഗ്ഗ്. സോ ഈ ഓപ്ഷനല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? ആണോ? ബാക്കിയുള്ള ഓപ്ഷൻ വാട്ടർ, ലിക്വിഡ്, ജ്യൂസ്. നോക്കി, വാട്ടർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് എന്ന് പറഞ്ഞാലും ഒരു ലിക്വിഡ് ഫോമിലുള്ളതല്ലേ? സോ അവ മൂന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലേ? ഇവിടെ റോസ്, ലില്ലീസ്, ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ റോസും ലില്ലിയും എന്താ? ഫ്ലവേഴ്സിനകത്ത് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അത് മൂന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട്. മെയ്സ്, റൈസ്, ഫുഡിനകത്ത് ഡിഫറെൻറ്റ് ഐറ്റമാണ് എന്ത്? മെയ്സും റൈസും എന്നുള്ളത്. സോ അവ മൂന്നും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഉള്ളതിൽ ബെറ്റർ ഏതാ വരിക? എ ഓപ്ഷൻ അല്ലേ? ആണോ? എ ഓപ്ഷൻ അല്ലേ? സോ ഇവിടെ നോക്കി, ഇവിടെ സെലക്ട് ദ സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഈസ് ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ ദി ഗിവൺ വെൻ ഡയഗ്രാം. ഓക്കെ, ഇവിടെ എന്താ? മൂന്ന് ഐറ്റവും ഇൻസൈഡ് ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളതിൽ ബെറ്റർ എഴുതുക എന്നതല്ലേ? സോ ഇവിടെ എൻജിനീയേഴ്സ് ഉണ്ട്, ഗ്രാജുവേറ്റ്സ് ഉണ്ട്, അൺഎഡ്യൂക്കേറ്റഡ് ഉണ്ട്. ഓക്കെ, എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഗ്രാജുവേറ്റ്സ് ആണ്. ആണോ? ഗ്രാജുവേറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എൻജിനീയേഴ്സ്. ഈ അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറയാൻ പറ്റുമോ അന്നേരം? ഗ്രാജുവേറ്റ്സ് എല്ലാവരും അൺഎഡ്യൂക്കേറ്റഡ് ആണോ? അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ എഴുതാൻ പറ്റില്ല. പിന്നുള്ളത് ഡോക്ടർ, നേഴ്സസ്, ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയാൻ മനുഷ്യർ,
അതിനകത്തുള്ള കാറ്റഗറിയാണ് ഏത്? ഡോക്ടേഴ്സും നേഴ്സും. ആണോ? ഡോക്ടേഴ്സും നേഴ്സും. നോക്കുക, ആ രണ്ടും ഡോക്ടറും നേഴ്സും എന്താ? രണ്ടും രണ്ട് പ്രൊഫഷനാണ്. അപ്പം ഇതും എഴുതാൻ പറ്റില്ല. പിന്നുള്ള ഏതാ? ഫീമെയിൽ മദർ ഡോട്ടർ ഉണ്ട്, ഫാർമേഴ്സ് വില്ലേജേഴ്സ് ലിറ്ററേറ്റ്സ് ഉണ്ട്. നോക്ക്, ഫാർമേഴ്സ് വില്ലേജേഴ്സ് ലിറ്ററേറ്റ്സ് അത് 3 സബ് കാറ്റഗറീസ് ആണോ? അല്ല. പിന്നെ ഉള്ളതിൽ ബെസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന സി ഓപ്ഷനാണ്. നോക്ക്, ഫീമെയിൽസിനകത്ത് വരുന്നതാണ് എന്ത്? മദേഴ്സ് എന്നുള്ളത്. ആണോ? സോ അമ്മയാ. നോക്ക്, ആ അമ്മമാരെന്ന് പറഞ്ഞാൽ എന്താ? മകളും ആയിരിക്കില്ലേ? ആരെങ്കിലും മകളായിരിക്കില്ലേ ഒരു അമ്മ എന്ന് പറയുന്നത്? സോ ഉള്ളതിൽ ബെറ്റർ ഓപ്ഷൻ ഏതാ മോനെ? സി ഓപ്ഷൻ. ഏതാണ്? സി ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി മോനെ. സോ ഇവിടെ മദർ, ഫാദർ, മെന്നാണ്. ഓക്കെ, ഫാദർ എന്ന് പറയുന്ന കാറ്റഗറി മെന്നിനകത്ത് വരുന്നതല്ലേ അല്ലേ? ഫാദർ എന്ന് വിളിക്കുന്ന ആരെയാണ്? മെന്നിനല്ലേ നമ്മൾ ഫാദർ എന്ന് വിളിക്കുന്നത്. സോ മെന്നിനകത്ത് വരുന്ന കാറ്റഗറിയാണ് ഫാദർ എന്ന് പറയുന്നത്. എന്നാൽ മദർ എന്ന് പറഞ്ഞാലോ അത് വേറൊരു കാറ്റഗറി അല്ലേ? സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നോക്കിയാൽ മതി, ഇതിനകത്ത് ഏത് ഓപ്ഷൻ വരിക? സി അല്ലേ വരിക? കാരണം നോക്ക്, മെന്നുണ്ട്, മെന്നിനകത്താണ് എന്ത്? ഫാദർ എന്ന് വരിക അല്ലേ? ഇത് മെന്നാണ്, ഇതെന്താ? ഫാദറാണ്. സോ ഇതെന്തായിരിക്കും? മദർ. ആണോ? സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് In the following diagram, there are 3 circles. Study the diagram and answer the given question എന്നാണ് ചോദ്യം. ഇതെന്താണ്? ഈ സർക്കിൾ ഡോക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സർക്കിൾ എന്താ? ഡോക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഈ സർക്കിൾ എന്താ? ഇന്ത്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഈ സർക്കിൾ എന്താ? ടീച്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ചോദ്യം എന്താ? ഇവിടെ ചോദ്യം ചോദിച്ചത് ഫൈൻഡ് ഔട്ട് ദോസ് ടീച്ചേഴ്സ് ഹൂ ആർ ഡോക്ടേഴ്സ് ബട്ട് നോട്ട് ഇന്ത്യൻസ്. അതായത് ഇന്ത്യൻസ് അല്ലാത്ത ടീച്ചേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സ്. ഫൈൻഡ് ഔട്ട് ദോസ് ടീച്ചേഴ്സ് ഹൂ ആർ ഡോക്ടേഴ്സ്. ടീച്ചേഴ്സ് എന്തായിരിക്കണം? ഡോക്ടേഴ്സ് ആയിരിക്കണം. പക്ഷേ ഇന്ത്യൻസ് ആകാൻ പാടില്ല. അപ്പോൾ ഇന്ത്യൻസ് എന്ന് പറയുന്നതിന് ഈ ബ്ലൂ സർക്കിളിനകത്തുള്ളതല്ലേ? അപ്പോൾ ആ ബ്ലൂ സർക്കിളിനകത്തുള്ള ആരും തന്നെ വരാൻ പാടില്ല. ഉറപ്പല്ലേ? ആണോ? ഇനി എന്താ വേണ്ടത്? ടീച്ചേഴ്സ് ആയിരിക്കണം, അവർ ഡോക്ടേഴ്സും ആയിരിക്കണം. നോക്ക്, ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഡോക്ടർ മാത്രമാണ്. 7 എന്ന് പറഞ്ഞാൽ എന്താ? അവർ ടീച്ചർ മാത്രമാണ്. ഇവിടെ നോക്കി, ഈ 4 എന്ന് പറയുന്നതല്ലേ എന്ത്? ടീച്ചറുമാണ്, അതുപോലെ ഡോക്ടറുമാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? സി ഓപ്ഷൻ. ഓപ്ഷൻ ഏത് വരും? സി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മോനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് എർത്ത്, ഫോറസ്റ്റ്, ട്രീ. എർത്തും ഫോറസ്റ്റും ട്രീയുമാണ്. ഓക്കെ, എർത്തിനകത്തല്ലേ ഫോറസ്റ്റ് ഉള്ളത്? ആണോ? അപ്പോൾ ഒന്നിൻ്റെ സബ്സെറ്റാണ്, എർത്തിൻ്റെ സബ്സെറ്റാണ് എന്ത്? ഫോറസ്റ്റ് എന്നുള്ളത്. സോ അങ്ങനെ വരുമ്പോൾ നോക്കി, എർത്തിൻ്റെ സബ്സെറ്റ് വന്നു. ഓക്കെ, ഇതും അകത്താണ്, ഇതും അകത്തുണ്ട്. പിന്നെ ട്രീ എന്നാണ് പറയുന്നത്. മക്കളെ നോക്കി, ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താ? മരങ്ങളുടെ കൂട്ടമല്ലേ? മരങ്ങളുടെ കൂട്ടത്തിനാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ട്രീസ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളതിൽ നോക്കി, ഇപ്പോൾ നമുക്ക് അതിൻ്റെ വീണ്ടും സബ്സെറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യല്ലേ? ആണോ? അപ്പോൾ ഫോറസ്റ്റിനകത്ത് എന്തുണ്ടായിരിക്കാം? ട്രീസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ട്. ഫോറസ്റ്റിനകത്ത് പല കാര്യങ്ങളുണ്ട്. സോ ഫോറസ്റ്റിനകത്തുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ത്? ട്രീ എന്ന് പറയുന്നത്. സോ ഉള്ളതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നോക്കി, ഇതിൻ്റെ മീനിങ് എന്താ? എർത്ത്, ഫോറസ്റ്റും ട്രീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഇവിടെ എർത്ത്, അതിനകത്ത് ഫോറസ്റ്റ്, ട്രീ എന്ന് പറഞ്ഞാൽ വേറെന്തോ സംഭവം എന്നാണ്. സോ ഇവ തമ്മിൽ എന്തായാലും കണക്ഷൻ അല്ലല്ലോ? ആണോ? സോ ഇതിൻ്റെ മീനിങ് നോക്കി, ഇതിപ്പോൾ ഫോറസ്റ്റാണ്, ഇതിപ്പോൾ എർത്താണ്, ഇതിപ്പോൾ ഫോറസ്റ്റാണ്, ഇത് ട്രീ ആണെന്ന് വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? എർത്തിന് വെളിയിലാണ് ട്രീ എന്നല്ലേ? സംഗതി കണക്ഷൻ വരില്ലല്ലോ. വരുമോ? അതിലിപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിച്ചാലും ഇതിപ്പോൾ എർത്തായിട്ട് എടുത്തെന്ന് വെച്ചു, എന്തായാലും ഈ കണക്ഷൻ ഇവിടെ വരാൻ പോകുന്നില്ല. പിന്നെ ഉള്ളതിൽ ബെറ്റർ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? എർത്തിനകത്താണ് എന്തായാലും ഫോറസ്റ്റും ട്രീയും വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ട, ഡി ഓപ്ഷൻ മാത്രമല്ലേ വരികയുള്ളൂ. ഓക്കെ,
സോ അടുത്തത് ഇവിടെ പറയുന്നത് കാർഡമം, സ്പൈസസ്, കോറിയാണ്ടർ സീഡ്സ്. നോക്ക്, അതായത് കാർഡമം എന്താണ്? ഏലക്ക. കോറിയാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മല്ലി അല്ലേ? കോറിയാണ്ടർ സീഡ്സ് എന്താ? മല്ലി. സ്പൈസസ്, മക്കളെ നോക്കി, സ്പൈസസ് എന്ന് പറഞ്ഞ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതല്ലേ കാർഡമമും പിന്നെ കോറിയാണ്ടർ സീഡ്സും. കാർഡമമും കോറിയാണ്ടർ സീഡ്സും രണ്ടും ഡിഫറൻ്റ് ആണ്, പക്ഷേ രണ്ടും എന്താ? സ്പൈസ് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് അകത്ത് വരുന്നത്. അപ്പോൾ നോക്കി, ഓപ്ഷൻ ഏതാ? എ അല്ലേ? കാരണം ഇത് സ്പൈസസ് ആണ് അല്ലേ? സ്പൈസസിനകത്ത് വരുന്നതാണ് എന്ത്? കാർഡമമും കോറിയാണ്ടർ സീഡ്സും അല്ലേ? സോ ഓപ്ഷൻ ഏതാണ്? എ ഓപ്ഷനാണ്. നെക്സ്റ്റ് ഇവിടെ നോക്കി, സ്റ്റുഡൻസ് ഉണ്ട്, പ്ലെയേഴ്സ് ഉണ്ട്, ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. മക്കളെ, ക്രിക്കറ്റ് കളിക്കുന്ന പ്ലെയേഴ്സിനെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറയും അല്ലേ? ജനറലായിട്ട് എന്ത് പറയും? ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ എന്ത് പറയും? അത് കളിക്കുന്നവർ നമ്മൾ എന്ത് പറയും? പ്ലെയേഴ്സ് എന്ന് പറയും ആണല്ലോ. സോ പ്ലെയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കാറ്റഗറി ആണല്ലോ ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ. നോക്ക്, നമ്മളിപ്പോൾ സ്റ്റുഡൻസിനെ എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ക്രിക്കറ്റ് പ്ലെയേഴ്സായിട്ടുള്ള ആളുകളുണ്ട് അല്ലേ? സ്റ്റുഡൻസ് ക്രിക്കറ്റ് പ്ലെയേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. സ്റ്റുഡൻസ് ക്രിക്കറ്റ് കളിക്കാത്ത ആളുകളും കാണുമല്ലോ, ഉണ്ടോ? ഓക്കെ, അപ്പോൾ പ്ലെയേഴ്സിനകത്ത് വരുന്ന കാറ്റഗറിയാണ് എന്ത്? ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്നാണ്. നോക്ക്, ഈ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുന്ന ആളുകൾ. സോ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളാണെങ്കിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറയും, ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സ് എന്ന് പറയും. അപ്പോൾ ലോകത്തുള്ള എല്ലാ പ്ലെയേഴ്സിനും എടുത്തു കഴിഞ്ഞാൽ ആ കാറ്റഗറിക്ക് അകത്ത് വരുന്ന ഒരു കാറ്റഗറി അല്ലയോ എന്ത്? ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ആണോ? ആണല്ലോ. ഇനി നോക്കിയാൽ നോക്കേ, അപ്പം ഇതാണ് പ്ലെയേഴ്സ് എന്ന് വെച്ചു. ഇതെന്താ? ക്രിക്കറ്റ് പ്ലെയേഴ്സ്. നോക്ക്, ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സ് പറയും, കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ സ്റ്റുഡൻസ് ആണ്. മക്കളെ നോക്കി, സ്റ്റുഡൻസിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാവോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഇവിടെ സ്റ്റുഡൻസായിട്ട് നോക്ക്, ഒരു ഗെയിമും കളിക്കാത്ത ആളുകൾ കാണുമല്ലോ, പ്ലെയേഴ്സ് അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതാണ് വേണ്ട ഈ വിഭാഗം. ഓക്കെ, ഇനി സ്റ്റുഡൻസ് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടല്ലോ, അതാണ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. ക്രിക്കറ്റ് കളിക്കാത്ത സ്റ്റുഡൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതാണ് വേണ്ട ഈ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളതിൽ ബെറ്റർ ഓപ്ഷൻ ഏതാണ് മോനെ? സി ഓപ്ഷൻ. ഉള്ളതിൽ ബെറ്റർ ഏതാണ്? സി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഇവിടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, കോളനി എന്നാണ് പറഞ്ഞത്. മക്കളെ, സ്റ്റേറ്റിൻ്റെ സബല്ലേ എന്ത്? ഡിസ്ട്രിക്റ്റ് ആണോ? ഡിസ്ട്രിക്റ്റിനേക്കാളും ചെറുതാണ് കോളനി അല്ലേ? അത് നോക്ക്, കുറേ കോളനീസ് കൂടി ചെയ്യുന്നു, അതെന്താവും? പിന്നെ ഡിസ്ട്രിക്റ്റുകൾ കൂടി ചെയ്യുമ്പോൾ എന്താവും? സ്റ്റേറ്റ് ആവും. സോ ഇതിനിടയ്ക്ക് വേറെ സബ് കാറ്റഗറി ഉണ്ട്, അത് വേണ്ട, നോക്കണ്ട. നോക്ക്, ഇപ്പോൾ ഇതാണ് കോളനി അല്ലേ? അതിൻ്റെ മുകളിലുള്ളതാണ് എന്ത്? ഡിസ്ട്രിക്റ്റ്. അതിൻ്റെ മുകളിലുള്ളതാണ് സ്റ്റേറ്റ് അല്ലേ? ഉള്ളതിൽ ബെറ്റർ ഏതാണ്? എ ഓപ്ഷൻ അല്ലേ? ഏതാണ് ആൻസർ? എ ഓപ്ഷൻ. സോ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് യമുന, റിവർ, നർമ്മദ. സോ നമുക്കറിയാം യമുന എന്ന് പറയുന്നത് എന്താണ്? ഒരു റിവറാണ്. നർമ്മദ എന്ന് പറയുന്നത് എന്താ? വേറൊരു റിവറാണ് അല്ലേ? അപ്പോൾ ലോകത്തുള്ള റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റിവേഴ്സ്, ലോകത്തുള്ള എല്ലാ റിവേഴ്സും എടുക്കുക, ഇതാണ് ലോകത്തുള്ള എല്ലാ റിവേഴ്സും. സോ അതിനകത്ത് ഒരു റിവറാണ് യമുന, അതിനകത്ത് വേറൊരു റിവറാണ് നർമ്മദ. ഇപ്പോൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, രണ്ടും ഡിഫറെൻറ്റ് റിവേഴ്സാണ് അല്ലേ? കാറ്റഗറി എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇതെന്താ? യമുന. സോറി, ഇതെന്താ? റിവർ എന്നെടുത്തു കഴിഞ്ഞാൽ ഇത് യമുന റിവറാണ്, ഇത് നർമ്മദ റിവറാണ്. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ് മോനെ? എ ഓപ്ഷൻ. ഏതാണ്? എ ഓപ്ഷൻ. ഓക്കെ, സോ താങ്ക് യു. സോ ഇത് ഇന്നെടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.